ഗണപതി ഭഗവാന് 41 ദിവസം ഈ വഴിപാട് നേരൂ. ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണിത്. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും തടസ്സ നിവാരണത്തിനും ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുന്നത് ഏറ്റവും ഗുണകരമാണ്. ദുർവാതളം എന്നാണ് സംസ്കൃതത്തിൽ കറുക അറിയപ്പെടുന്നത്. പൂവില്ലാത്ത കറുകയാണ് പൂജയ്ക്കെടുക്കുന്നത്. കറുക ഒറ്റ സംഖ്യയിൽ നുള്ളിയെടുക്കണം. അത് ഒറ്റക്കെട്ടായി വെള്ളത്തിൽ മുക്കി ശുദ്ധിയാക്കിയ ശേഷമാണ് പൂജയ്ക്കെടുക്കുക. സർവ്വവിഘ്ന നിവാരകനായ ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാദ്രവ്യം കറുകയായി മാറിയതിനു പിന്നിലൊരു കഥയുണ്ട്. ഈ കഥയിലെ നായകൻ ഭഗവാൻ ഗണേശൻ തന്നെയാണ്. പ്രതിനായകനാകട്ടെ ദുഷ്ടനായ അനലാൻ എന്ന അസുരനും. ഒരിക്കൽ അനലാസുരൻ സ്വർഗ്ഗലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഈ അസുരന്റെ നേത്രങ്ങളിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ എല്ലാം ചാമ്പലായി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതി അസുരനുമായി യുദ്ധം ചെയ്തു. തൻ്റെ വിശ്വരൂപം പുറത്തെടുത്ത് ഗണപതി അസുരനെ വിഴുങ്ങി. എന്നാൽ അസുരൻ്റെ താപം ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കി. ഗണപതിയുടെ ദേഹം മുഴുവൻ തപിച്ചു. ഇതിൽ നിന്നും സംരക്ഷണം നൽകാൻ ചന്ദ്രൻ ഗണപതിക്ക് തലയ്ക്ക് മീതെ നിന്ന് തണൽ നൽകി. വിഷ്ണു ഭഗവാൻ താമര കൊടുത്തു. ശിവൻ ഉദരത്തിനു ചുറ്റും ആശ്വാസം നൽകാൻ തൻ്റെ പാമ്പിനെ നൽകി. എന്തെല്ലാം ചെയ്തിട്ടും ഗണപതി ഭഗവാന് ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ചൂട് അസ്വസ്ഥത കൂടിക്കൊണ്ടേ വന്നു. അപ്പോൾ അവിടെ എത്തിയ കശ്യപ മുനിയും മറ്റ് ഋഷിമാരും ഗണപതി ഭഗവാന്റെ ശിരസ് ഉൾപ്പെടെ ശരീരം മുഴുവൻ കറുകപ്പുല്ല് കൊണ്ട് മൂടി. തപിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ ശരീരം അതോടെ തണുത്തു തുടങ്ങി. പെട്ടെന്ന് തന്നെ അഗ്നിശമനം സംഭവിച്ച് ഗണപതിക്ക് സുഖമായി. അതോടെ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടായി കറുകമാല ചാർത്തൽ ആയി മാറി എന്നാണ് ഐതിഹ്യം. ഗണപതി ഭഗവാന് അതോടുകൂടി ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാദ്രവ്യമാണ് കറുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറുകമാല ചാർത്തുന്നത് ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നായിട്ടും മാറിയതാണ്. എല്ലാ തടസ്സങ്ങളും മാറി ആഗ്രഹ സാഫല്യത്തിന് കറുകമാല ചാർത്തുന്നത് ഏറ്റവും ഗുണകരമാണ്. ഒരു മണ്ഡലകാലം തുടർച്ചയായി 41 ദിവസം കറുകമാല ചാർത്തണം. അതിലൂടെ ഏതാഗ്രഹവും ഭഗവാൻ തടസ്സം കൂടാതെ സാധിപ്പിക്കുമെന്നതാണ് വിശ്വാസം. 41-ാം ദിവസം വിശേഷാൽ അഷ്ടോത്തര പുഷ്പാഞ്ജലിയും കൂടി നടത്തേണ്ടതുണ്ട്. അതായത് 41-ാം ദിവസം നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന വിധത്തിലാണ് വഴിപാട് സമർപ്പിക്കേണ്ടത്. 41-ാം ദിവസം അഷ്ടോത്തര പുഷ്പാഞ്ജലിയും കൂടി സമർപ്പിച്ചുകൊണ്ട് വഴിപാട് അവസാനിപ്പിക്കാവുന്നതാണ്. കൂടാതെ പ്രധാന കാര്യങ്ങളുടെ വിജയത്തിനായും സംരംഭങ്ങൾ മുതലായവയുടെ ശുഭാരംഭത്തിനായും ആ പ്രത്യേക ദിനത്തിൽ വഴിപാട് പൂർത്തിയാകുന്ന വണ്ണം അനുഷ്ഠിക്കുന്നതും വളരെ വിശേഷമാണ്. ഏവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ വിജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.